മക്കളെ, അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 കിടക്കുവാണ്. അതായത് ഹയർ സെക്കൻഡറിയിലേക്ക് നമ്മൾ മാറുവാണ്. ഇതിലേക്ക് മാറുമ്പോൾ കുറേ കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവും. അത് കുറേ പ്രശ്നങ്ങളാണെന്നൊക്കെ നിങ്ങളോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പ്രശ്നങ്ങളല്ല, ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് നേരിടേണ്ട കുറച്ച് മാറ്റങ്ങൾ. ഒന്ന്, നിങ്ങൾ 10ൽ പഠിച്ച സിലബസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ൽ എന്തോരം കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു അതിനേക്കാളും വളരെ അളവ് കൂടുതലാണ് +1 +2 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ച കുറച്ച് കാര്യമാണെങ്കിലും അതിനേക്കാളും കൂടി അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് +1 +2 പഠിക്കാനുണ്ടാവും. അപ്പോൾ ഈ സിലബസ് ചേഞ്ച് ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ ഒരു ഡെപ്ത് സിലബസിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കുറേ കുട്ടികൾ ഇപ്പോൾ +1 നമ്മുടെ 10ാം ക്ലാസ് അല്ലെങ്കിൽ SSLC മലയാളം ഇംഗ്ലീഷ് മീഡിയം ആണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത് മലയാളത്തിലൊക്കെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ കുറേ മലയാളം മീഡിയം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ +1 +2 വരുമ്പോൾ അതിൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ മീഡിയം ഇംഗ്ലീഷ് മാത്രമായി മാറുകയാണ്. അതായത് ക്ലാസ്സുകളൊക്കെ ഇംഗ്ലീഷിലായിരിക്കും, നമ്മൾ പഠിക്കുന്ന ടേമുകളെല്ലാം ഇംഗ്ലീഷായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഈ മലയാളം മീഡിയത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് മാക്സിമം 1 മാസമൊക്കെ ഉണ്ടാവുള്ളൂ. അത് പിന്നെ നിങ്ങളത് ഡീൽ ചെയ്യുന്നതനുസരിച്ച് കുറഞ്ഞു. ചിലപ്പോൾ എഴുതുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. സ്കൂളിൽ നോട്ടുകൾ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് അത് എഴുതി ടീച്ചർ നോട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അതേ ആ ഒരു ഫ്ലോയിൽ എഴുതി പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് പതുക്കെ മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ കുറച്ച് പേർക്ക് ഒരു ചേഞ്ച് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 10ാം ക്ലാസ് വരെ ഇപ്പോൾ കുറേ ഒരു 3-4 കൊല്ലങ്ങളായിട്ട് ഒരു സ്കൂളിൽ പഠിച്ചു വരുന്ന കുട്ടികളുണ്ടാവും. ഒരു 8ാം ക്ലാസ് മുതലോ അല്ലെങ്കിൽ ചിലപ്പോൾ 1 മുതലൊക്കെ ഒരേ സ്കൂളിൽ തന്നെ പഠിച്ചിരിക്കുന്ന ഒരു കുട്ടികളുണ്ടാവും. അപ്പോൾ ആ സ്കൂള് മാറി പുതിയൊരു സ്കൂളിലേക്കായിരിക്കും നിങ്ങൾ ഇനി ചെല്ലുന്നത്. അങ്ങനെ നമ്മുടെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഈ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നമാണ്. എന്താണ്? നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചത് എന്താണോ അതിനേക്കാളും ഒരുപാട് കൂടിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അളവ് കൂടിയ കാര്യങ്ങളാണ് നമ്മൾ +1 +2 പഠിക്കുന്നത്. അത് പഠിക്കാൻ നമുക്ക് ആകെയുള്ളത് 2 വർഷങ്ങൾ, +1 +2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ അത് ഒരു പ്രശ്നം നമുക്കത് മുന്നിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് മാറ്റേണ്ടത് നമ്മളുടെ കടമയല്ലേ. അപ്പോൾ അത് മാറ്റണമെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് അതിന് പെട്ടെന്ന് വേണ്ട പ്രതിവിധികൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ളൊരു പ്രതിവിധിയാണ് നമ്മളുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ പുതിയ ബാച്ച് ക്ലാസ്സുകൾ അല്ലെങ്കിൽ +1 ക്ലാസ്സുകൾ. ഏറ്റവും പുതിയ ബാച്ച് ഈ ജൂൺ 24 ആരംഭിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് റെഗുലറായിട്ട് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ അഡാപ്റ്റ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ട് നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിച്ചപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളെ വീണ്ടും ആ ടോപ്പിക്ക് ഒന്നുകൂടി പഠിപ്പിച്ച് നിങ്ങളെ ആ ടോപ്പിക്ക് കൃത്യമാക്കുന്ന അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ നിങ്ങളെ ബെസ്റ്റ് ആക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, അഡാപ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ നിങ്ങൾ എല്ലാവരും താല്പര്യമുള്ളവരെല്ലാവരും ജൂൺ 24 സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിവിടെ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. താഴെ അതിൻ്റെ ഫോമുകളും ബാക്കി എല്ലാ കാര്യങ്ങളും. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാം +1 +2 വരുമ്പോൾ. അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രതിവിധികൾ നമ്മൾ ചെയ്യണം. ഓക്കെ.